ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി എന്നോട് സംസാരിക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ മിനിസ്ട്രിയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ആൾ CPM വിട്ടു പോവും എന്നൊക്കെയുള്ള സൂചനയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു മുതിർന്ന പാർട്ടി അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം നല്ല നിലയിലാണ് ശ്രീ ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പും മറ്റു വകുപ്പുകളും കൊണ്ടുപോയത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 5 കൊല്ലം ഏത് കാര്യം പറയുമ്പോഴും ഈ 5 കൊല്ലം എന്നല്ല, കഴിഞ്ഞ 10 കൊല്ലത്തെയാണ് അല്ല അദ്ദേഹം ആ നിലയിൽ പറയുന്നത്. പരാതികളിൽ ഒന്ന്, അപ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ആലപ്പുഴയിലെ അടക്കം പദ്ധതികളുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും എന്നെ ഒരു പരിപാടിക്കും ക്ഷണിക്കുന്നില്ല. എൻ്റെ മണ്ഡലത്തിൽ, അതായത് അദ്ദേഹം മുമ്പ് പ്രതികരിച്ച മണ്ഡലത്തിലാവട്ടെ പാർട്ടി പരിപാടി ആവട്ടെ, എന്നെ ഒന്നിനും വിളിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അല്ല, ഞാൻ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തെ. ഇപ്പോൾ പ്രധാനപ്പെട്ട പദ്ധതിയാണെങ്കിൽ ഇപ്പോൾ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിനന്ന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, കാരണം ചെറിയ വിഷയമുണ്ട്. പക്ഷേ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അനുഭവമുള്ള മനുഷ്യനാണ്, പാർട്ടിയെ വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു കാര്യം ഞാൻ കണ്ടിട്ടില്ല, ഫേസ്ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ CPMൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പാർട്ടി അനുഭാവികളും പങ്കുചേരുന്നുണ്ട്. മുമ്പില്ലാത്ത വണ്ണം സ്ഥാനാർത്ഥിത്വ വിഷയം വിവാദമാവുന്നുണ്ടോ? അല്ല, അത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പൊതുവേ ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രതികരണങ്ങൾ വരാറുണ്ട്. ഒരു CPIMൻ്റെ അംഗമെന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി അംഗം എന്ന് പറഞ്ഞാൽ തൻ്റെ അഭിപ്രായം ഘടകത്തിലാണ് പറയേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ പറയുകയെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു മൈക്ക് വെച്ച് പരസ്യമായി പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി മെമ്പർ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പൊതുവെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും പൊതുവെ